അന്ത്യം ക്രൂശ്. കുരിശിപ്പോഴും ജയത്തിൻ്റെ അടയാളമത്രേ. ക്രൂശിൽ കഷ്ടതയുണ്ടോ? നിശ്ചയമായും ഉണ്ടല്ലോ. കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെടുമ്പോൾ അതീവ വേദനയിലൂടെ കർത്താവ് യേശുക്രിസ്തു കടന്നുപോയി. എങ്കിലും കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, പ്രിയ ദൈവ പൈതലേ, യേശു കർത്താവിൻ്റെ കൺമുന്നിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുഖമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആസ് പേരൻസ്, ഒരമ്മ, ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവവേദനയിലൂടെ പോകുമ്പോൾ ഷീ ഗ്ലാഡ്ലി എൻഡ്യൂർസ് ദി പെയിൻ. അവൾ സന്തോഷത്തോടെ ആ വേദന സഹിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ വേദന കഴിയുമ്പോൾ ഒരു കുഞ്ഞ്, തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൈകളിൽ എടുക്കാമല്ലോ, എനിക്ക് കുഞ്ഞിനെ ലഭിക്കുമല്ലോ എന്നുള്ള സന്തോഷം ആ വേദനയുടെ പിന്നിൽ, ആ വേദനയുടെ ദൈർഘ്യമോ പ്രയാസമോ ഒന്നും മനസ്സിനെ തകർക്കാതെ അതൊക്കെ സന്തോഷത്തോടെ സഹിക്കുവാൻ ആ സഹോദരിയെ, ആ സ്ത്രീയെ സഹായിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെടുമ്പോൾ ഓരോ നിമിഷവും ആ വേദന, അതീവ വേദന, നമുക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര പെയിനിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവിൻ്റെ കൺമുന്നിൽ തന്നിലൂടെ രക്ഷിക്കപ്പെടുവാനിരിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെയും മുഖമായിരുന്നു. ഞാൻ ഈ ക്രൂശ് അനുഭവിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരു നന്മ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരുമല്ലോ, നിത്യത അവർക്കായി ലഭ്യമാകുമല്ലോ. യേശു കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ, നാം രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ സ്വർഗരാജ്യം നമുക്ക് അവകാശമായി ലഭിക്കുന്നുവല്ലോ. ഇത് ഓർക്കുമ്പോൾ കർത്താവ് ഹി ഗ്ലാഡ്ലി എൻഡ്യൂർ ദി പെയിൻ ഓൺ ദി ക്രോസ്. ക്രൂശിൽ വേദനയുണ്ട്, പക്ഷേ the end is victory. The cross always wins. ക്രൂശ് ജയത്തിൻ്റെ അടയാളം അത്രേ. ജയം ഒരിക്കലും തന്നെ ക്രൂശ് പരാജയത്തിൻ്റെ അടയാളമേ അല്ല. ക്രൂശ് എന്നും ജയത്തിൻ്റെ അടയാളമാണ്. പ്രിയ സഹോദര സഹോദരി, നാം ഒരു ക്രൂശ് ചുമക്കുന്നവരാകുന്നുവോ? കർത്താവ് യേശുക്രിസ്തു എന്താ നമ്മോട് പറഞ്ഞിരിക്കുന്നത്? ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ചു തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എൻ്റെ ക്രൂശ് എടുക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ യേശു കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ താൻ രക്ഷിക്കപ്പെടുന്നു. നമ്മുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ആരെങ്കിലും ഈ തിരുവചനം കേൾക്കുമ്പോൾ അയ്യോ ഞാൻ രക്ഷിക്കപ്പെട്ടില്ലോ, ഇല്ലല്ലോ എന്നുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ നിശ്ചയമായും യേശുവോട് പറഞ്ഞു, യേശുപ്പാ എൻ്റെ പാപിയാണ്, എൻ്റെ പാപമൊക്കെയും ക്ഷമിക്കണമേ, അങ്ങനത്തെ രക്തത്താലിനെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, എൻ്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ, അങ്ങയുടെ മകനായി അങ്ങയുടെ മകളായി ഇന്നു മുതൽ ജീവിപ്പാൻ യേശുപ്പാ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു എന്ന് യേശുവോട് പറയാമോ? പ്രിയ സഹോദര സഹോദരി, ഒരു ദൈവ പൈതൽ ലോകത്ത് ജീവിക്കുമ്പോൾ യു ആർ സേഫ് in the arms of Jesus. യേശു കർത്താവിന്റെ കരങ്ങൾ നാം സുരക്ഷിതരാകുന്നുവല്ലോ. Underneath are the everlasting arms. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ടല്ലോ. നാം ലോകത്തിൽ ജീവിക്കുന്ന ആളൊക്കെയും നിത്യതയിൽ എത്തുവോളം, നിത്യതയുടെ തീരത്തിൽ എത്തുവോളം യേശു കർത്താവിന്റെ കരങ്ങൾ he would gladly carry you through. വേദനയുണ്ടോ, കഷ്ടതയുണ്ടോ, പ്രയാസമുണ്ടോ, ദുഃഖമുണ്ടോ, ദാരിദ്ര്യമുണ്ടോ, മാനസികമായ വ്യഥയുണ്ടോ, ഒറ്റപ്പെടലുണ്ടോ, എന്തിനോടൊക്കെയാ കടന്നു പോകുന്നത്, നിന്ദയുണ്ടോ, അപമാനമുണ്ടോ, സാരമില്ല. Underneath are the everlasting arms. Remember the Savior who endured the pain on the cross just for you and me. പ്രിയ സഹോദര സഹോദരി, പ്രിയ ദൈവ പൈതലേ, കർത്താവ് യേശുക്രിസ്തു വേദനയിലൂടെ കടന്നു പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും മുഖമായിരുന്നു കർത്താവിന്റെ മുന്നിൽ. He loves you. He gave his life for you. He
won the battle on the cross. അപ്പോൾ എന്നും കുരിശ് ജയത്തിന്റെ അടയാളം അത്രേ. ജീസസിനെ അനുഗമിക്കാം, വിശ്വാസ സ്ഥിരതയുള്ളവരായിരിക്കാം. കഷ്ടതയും വിഷമവും ദാരിദ്ര്യവും ദുഃഖം ഇതൊക്കെ മാറിപ്പോകും. ഒരു ദിവസം നിത്യതയിൽ യേശു കർത്താവിന്റെ അടുക്കലേക്ക് സന്തോഷ തീരത്തിലേക്ക് പോയി എത്തുമല്ലോ. അവിടെ നിന്ന് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമാകുന്നുവല്ലോ. പ്രിയ ദൈവ പൈതലേ, വിഷമിക്കേണ്ട. കണ്ണുനീരോടെ ആരോഗ്യ തിരുവചനം കേൾക്കുന്നുവല്ലോ. താങ്കളുടെ കണ്ണിൽ കർത്താവ് യേശു ക്രിസ്തു തന്നെ തുടയ്ക്കുകയാ. You will not cry. Gladly you shall become glad. You shall be glad in your life. കണ്ണീർ താഴ്വരെ പിതാവാം ദൈവം ജലാശയമാക്കി തീർക്കുകയാണ്. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുകയാണ്. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, പലവിധമായ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് ആശ്വാസവും സമാധാനവും ആനന്ദവും അയക്കണമേ അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. ജീസസ് loves you. He would carry you through. You are a victor because Jesus won the battle on the cross. You are his treasure. You are a treasure in his hands. Be glad, rejoice in him. Jesus loves you, dear child of God. God bless you. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും താങ്കളുടെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തു നിശ്ചയമായിട്ടും തരും. സന്തോഷമായിരിക്കാം. ഒന്ന് പുഞ്ചിരിച്ചേ. താങ്ക് യു ജീസസ് പറഞ്ഞേ. I love you ജീസസ് പറഞ്ഞേ. God bless you. Amen.